എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 3 തരത്തിലുള്ള ടേസ്റ്റിൽ ലോട്ടസിൻ്റെ സീഡ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂട്ടത്തിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഒരുപാട് ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഒരു സീഡാണ് ലോട്ടസിൻ്റെ സീഡ്. തടിയൊക്കെ കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് ലോട്ടസ് സീഡ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ തടിയുള്ളവർക്ക് ധൈര്യമായിട്ട് ലോട്ടസ് സീഡ്സിൻ്റെ സ്നാക്സൊക്കെ കഴിക്കാവുന്നതാണ്. ഇതിനകത്ത് ഒരുപാട് ഫൈബറും വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഈ സീഡ് ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 3 ഫ്ലേവറിലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ 3 കപ്പ് ലോട്ടസിൻ്റെ സീഡാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു പാനിലിട്ട് ചെറു തീയിലൊന്ന് വറുത്തെടുക്കാം. പാകമാകുന്നതിന് മുമ്പ് വറക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ചെറിയ ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇത് വറുത്തെടുക്കാം. ഇത് വറക്കുന്നതിന് വേണ്ടി ഏകദേശം 10 മിനിറ്റ് മാത്രം മതി. പെട്ടെന്ന് ഇത് വറുത്ത് റെഡിയായിട്ട് വരും. വറക്കുന്ന സമയത്ത് ഇത് പാകമായോ എന്ന് നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതുപോലെ ഞെക്കി നോക്കുമ്പോൾ മനസ്സിലാകും. ഇത് നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിലാണ് ഇത് പാകമായെന്ന് മനസ്സിലാകുന്നത്. കുറച്ച് സമയം കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഇത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ പൊടിഞ്ഞു വരുമ്പോഴാണ് ഇത് കറക്റ്റ് പാകമാകുന്നത്. വറുത്തെടുത്ത ലോട്ടസിൻ്റെ സീഡ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അടുത്തതായി ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കണക്കിന് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ലോട്ടസിൻ്റെ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സീഡ്സ് ഇട്ട ഉടനെ തന്നെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ സീഡ്സിലും ശർക്കര പറ്റുന്ന വിധത്തിൽ വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഈ ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സീഡ്സിലൊക്കെ എള്ള് നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഡ്രൈ ആയി വരുമ്പോഴേക്ക് ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ വിട്ട് മാറി വരും. രണ്ടാമത് ചെയ്യുന്നത് കുറച്ച് എരിവുള്ള രീതിയിലാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് 1/2 കപ്പ് കടല ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം തൊലി പൊളിച്ചെടുത്തതാണ് ഇത്. ഇതിനി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 3 മിനിറ്റും കൊണ്ട് ഇത് റെഡിയായിട്ട് വരും. ഇവിടെ നിലക്കടലയൊക്കെ കണക്കിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് ലോട്ടസ് സീഡ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിനി ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി സീഡ്സിലൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചില്ലി ഫ്ലേവറിലുള്ള ലോട്ടസ് സീഡ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അടുത്തതായി 3ാമത്തെ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ബാക്കിയുള്ള ലോട്ടസിൻ്റെ സീഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നെയ്യും ഉപയോഗിക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 രുചികളിൽ ലോട്ടസ് സീഡ് വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.